ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള പാർട്ടി വെയർസാണ് കാണിച്ചു തരുന്നത്. എല്ലാം കുർത്ത സെറ്റുകളാണ്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുതൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ട് സൈഡിൽ നിന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇന്നിട്ടിരിക്കുന്ന ഈ ഒരു ഡ്രസ്സ് സാവന്യന്നാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സാട്ടോ. സ്മോക്ക്ഡ് ഡ്രസ്സാണ്. ഞാൻ വേറെ ഏതെടുക്കുന്ന സൈസ് മീഡിയം ആട്ടോ. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. പിന്നെ ഇന്ന് യൂസ് ചെയ്തിരിക്കുന്ന ലിപ്സ്റ്റിക് ലോറിയലിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക് ആട്ടോ. ലേസി സൺഡേ എന്ന് പറഞ്ഞ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണിത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഏറ്റവും ഫസ്റ്റ് വരുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ അനാർക്കലി സ്യൂട്ടാട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആണ്. ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത്. മെറ്റീരിയൽ ആണെങ്കിൽ ഓർഗൻസ ആട്ടോ. കുർത്ത, പാൻറ് ആൻഡ് ദുപ്പട്ടയുടെ സെറ്റാണ്. പിന്നെ ഈ ഒരു പോർഷനിലെ ഫ്ലവേഴ്സിൻ്റെ അവിടെ എംബ്രോയ്ഡറി ഉണ്ട് കേട്ടോ, ഗോൾഡൻ ത്രെഡും കൊണ്ട്. പിന്നെ ഇതിനാണെങ്കിൽ സൈഡിൽ സിബ് ഉണ്ട്. ഫുൾ സ്ലീവ്സ് ആണ്. സ്ലീവ്സിൽ ലൈനിങ് ഇല്ല കേട്ടോ, ബാക്കി എല്ലാ ഭാഗത്തും ലൈനിങ് ഉണ്ട്. താഴെ ഇങ്ങനെ ഫ്ലവേഴ്സ് വരുന്നുണ്ട്. ഇവിടെ ഉള്ളിൽ ഇങ്ങനെ പടി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ കട്ടിയായിട്ടുള്ള. താഴത്തെ ഫ്ലവേഴ്സിൻ്റെ ഇവിടെ എംബ്രോയ്ഡറി ഒന്നുമില്ല കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. പാനൽ കട്ടാട്ടോ. ഇത് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ്. പിന്നെ ഇതിനാണെങ്കിൽ പാഡിങ് ഉണ്ട് കേട്ടോ. ആൻഡ് ബാക്കിലാണെങ്കിൽ ഇവിടെ വള്ളി ഉണ്ട് കേട്ടോ, നമുക്ക് കെട്ടിവെക്കാം. ബാക്കിൽ താഴെ ഇങ്ങനെ ഫ്ലവേഴ്സ് വരുന്നുണ്ട്. ഇന്ന് കാണിക്കുന്ന എല്ലാ ഡ്രസ്സും ഞാൻ സൈഡിൽ സ്റ്റൈൽ ചെയ്യുന്നുണ്ട്. എൻ്റെ ഹൈറ്റ് വരുന്നത് 5.6 ഫീറ്റ് ആട്ടോ. അപ്പോൾ ലെങ്ത്തിൻ്റെ ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക്. ആൻഡ് ഇതാട്ടോ പാൻസ്. പിങ്ക് കളറിലാണ് വരുന്നത്. പ്ലെയിൻ ആണ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽ ഇവിടെ കൊടുത്തിരിക്കുന്ന കോട്ടൺ സിൽക്ക് എന്നാട്ടോ. ഇതാണ് ദുപ്പട്ട. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട ആട്ടോ. ഓർഗൻസ മെറ്റീരിയലാണ്. സൈഡിൽ മൊത്തം കോട്ടപ്പട്ടി ലേസ് വെച്ചിട്ടുണ്ട്. ഇതിലും ഇങ്ങനെ ഫ്ലോറൽ ഡിസൈൻ വരുന്നുണ്ട്. നല്ല ഫ്ലോയി ആയിട്ടുള്ള ഷാളാട്ടോ. നല്ല ലെങ്ത്തും വീതിയുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അനാർക്കലി സ്യൂട്ടാണ്. ഞാനത് മേടിച്ച് എൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം ആട്ടോ. എനിക്ക് കറക്റ്റാണ്. ഞാനിത് പർച്ചേസ് ചെയ്തത് 1388 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു ഡാർക്ക് ഗ്രീൻ കളർ അനാർക്കലി സ്യൂട്ടാണ്. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. ഞാനത് ക്ലോസപ്പിൽ കാണിച്ചു തരാം. ഇതിൽ മൊത്തം ഇങ്ങനെ എംബ്രോയ്ഡറി ആൻഡ് സ്വീക്കൻസ് വർക്ക് ഉണ്ട്. ഇതിനാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ സിബ് വരുന്നുണ്ട്. ഫുൾ സ്ലീവ് ആണ് വരുന്നത്. സ്ലീവ്സിൽ ലൈനിങ് ഇല്ല കേട്ടോ, ബാക്കി എല്ലാ ഭാഗത്തും ലൈനിങ് ഉണ്ട്. അടിയിൽ പടി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇതും പാനൽ കട്ടാണ്. നല്ല ബ്യൂട്ടിഫുൾ ആട്ടോ. ബാക്കിലാണെങ്കിൽ വള്ളി ഉണ്ട് കെട്ടാൻ. ഇതിനാണെങ്കിൽ പാഡിങ്ങും വരുന്നുണ്ട്. ഞാനത് മേടിച്ച് എൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം ആട്ടോ. എനിക്ക് കറക്റ്റാണ്. ഇതാണ് പാൻസ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. പാൻസ് പ്ലെയിൻ ആട്ടോ. ഇതാട്ടോ ദുപ്പട്ട. ദുപ്പട്ട അടിപൊളിയാണ്. ഇവിടെ കണ്ടോ ഇങ്ങനെ ഫ്രില്ല് വെച്ചിട്ടുണ്ട്. എൻഡിൽ 2 എണ്ണം വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റേ എൻഡിലും അങ്ങനെയാണ്. ജോർജറ്റ് മെറ്റീരിയലാട്ടോ ദുപ്പട്ട. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്ത സെറ്റാട്ടോ. ഇത് ഞാൻ മേടിച്ച എൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം ആണ്. എനിക്ക് കറക്റ്റാണ്. ഞാനത് പർച്ചേസ് ചെയ്തത് 1674 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു അനാർക്കലി സ്യൂട്ടാണ്. ഇതിൻ്റെ മെറ്റീരിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇവിടെ ആണെങ്കിൽ എംബ്രോയ്ഡറി ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ സ്ലീവ്സിൻ്റെ അറ്റത്തും ഉണ്ട് കേട്ടോ. ലോങ് സ്ലീവ്സ് ആണ്. ആൻഡ് ലെഫ്റ്റ് സൈഡിൽ ഇതിന് സിബ് വരുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ പർച്ചേസ് ചെയ്ത എൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം ആട്ടോ. പക്ഷേ ഇതാണെങ്കിൽ എനിക്ക് ലൂസാണ്. എസ്പെഷ്യലി ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തൊക്കെ നന്നായി ലൂസാട്ടോ. പാനൽ കട്ടാണ്. ബാക്കിൽ നെക്ക് കുറച്ച് ഇറങ്ങിയിട്ടാട്ടോ. വള്ളിയുണ്ട്. ഇവിടെ അറ്റത്ത് കോട്ടപ്പട്ടി ലേസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ സ്ലീവ്സിലൊഴിച്ച് ഇത്രയും ഭാഗത്ത് ലൈനിങ് ഉണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽ ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം കേട്ടോ. ഒരു ഷൈനിങ് ഉള്ള മെറ്റീരിയലാണ്. ഗോൾഡൻ ഷൈനിങ്. അടിയിൽ ഇങ്ങനെ പടി വെച്ചിട്ടാണ്, കട്ടിയുള്ള പടി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അനാർക്കലി സ്യൂട്ടാട്ടോ. പക്ഷേ ഈ സൈസ് ലൂസാണ്. സെയിം സിൽക്ക് മെറ്റീരിയലാണ് പാൻസും ദുപ്പട്ടയും വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. പാൻറ്റിൻ്റെ വേസ്റ്റ് എനിക്കിപ്പോൾ കറക്റ്റാണ്. സ്മോൾ സൈസ് മേടിച്ചാൽ എനിക്ക് പാൻറ്റ് ടൈറ്റ് ആയിട്ട് വരും കേട്ടോ. ഇതാണ് ദുപ്പട്ട. അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട കേട്ടോ. ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഹെവി വർക്ക് ഉണ്ട്.
ദുപ്പട്ടയും സെയിം മെറ്റീരിയലാണ്. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്ത് 1567 റുപ്പീസിനാണ്. അപ്പോൾ ഞാനിത് പർച്ചേസ് ചെയ്ത് എൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം ആണ്. പക്ഷേ എനിക്ക് കുർത്ത നന്നായി ലൂസാട്ടോ. ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് ചെസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ നന്നായി ലൂസാണ്. പാൻറ്റൊക്കെ എനിക്ക് കറക്റ്റാട്ടോ, പക്ഷെ കുർത്ത എനിക്ക് നല്ല ലൂസാണ്. സ്മോൾ സൈസ് മേടിക്കുകയാണെങ്കിൽ എനിക്ക് പാൻറ്റ് ടൈറ്റ് ആയിട്ട് വരും. അപ്പോൾ സൈസിൻ്റെ കാര്യം ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഒരു കുർത്തയ്ക്ക് പാഡിങ് ഒന്നുമില്ല. ആൻഡ് ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അടുത്തത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പർപ്പിൾ അനാർക്കലി സ്യൂട്ടാണ്. ജോർജറ്റ് മെറ്റീരിയലാണ്. ഇവിടെയൊക്കെ ആണെങ്കിൽ നല്ല വർക്ക് വരുന്നുണ്ട്. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. ഇതിന് പാഡിങ് ഉണ്ട് കേട്ടോ. ഇതിനാണെങ്കിൽ സൈഡിൽ സിബ് വരുന്നുണ്ട്. ലോങ് സ്ലീവ്സ് ആണ്. സ്ലീവിൻ്റെ അറ്റത്തും എംബ്രോയ്ഡറി ഉണ്ട്. നല്ല ഫ്ലെയർ വരുന്നുണ്ട്. പിന്നെ സ്ലീവ്സ് ഒഴിച്ച് ഇത്രയും ഭാഗത്ത് ലൈനിങ് ഉണ്ട് കേട്ടോ. ഇവിടെ വള്ളി ഉണ്ട് കേട്ടോ കെട്ടാൻ. അറ്റത്ത് ടാസിൽസ് ഉണ്ട്. പിന്നെ ബാക്ക് നെക്ക് കുറച്ച് ഇറങ്ങിയിട്ടാട്ടോ. ഇതാട്ടോ പാൻസ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. പാൻസ് പ്ലെയിൻ ആണ്. മെറ്റീരിയൽ എനിക്ക് തൊട്ടിട്ട് തോന്നുന്നത് ക്രേപ്പായിട്ട് സിമിലർ ആയിട്ട് വരുന്നൊരു മെറ്റീരിയലാണ്. ഇതാണ് ദുപ്പട്ട. ജോർജറ്റ് മെറ്റീരിയലാണ്. അറ്റത്ത് ഇങ്ങനെ 4 സൈഡിലും ടാസൽസ് ഉണ്ട് കേട്ടോ. സൈഡിൽ ഇങ്ങനെ എംബ്രോയ്ഡറി ഒക്കെ ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ്. അപ്പോൾ ഇത് ഞാൻ മേടിച്ച എൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം ആണ്. എനിക്ക് കറക്റ്റാണ്. ഞാനിത് പർച്ചേസ് ചെയ്തത് 1389 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു ബ്യൂട്ടിഫുൾ കുർത്ത സെറ്റാണ്. 3/4 സ്ലീവാണ് വരുന്നത്. സ്ലീവിൻ്റെ അറ്റത്ത് എംബ്രോയ്ഡറി ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ, എംബ്രോയ്ഡറി ഉണ്ട്. വീനെക്കാണ്. പിന്നെ ഇതിനാണെങ്കിൽ ഇത്രയും ഭാഗത്ത് മാത്രമേ ലൈനിങ് വരുന്നുള്ളൂ. സ്ലീവ്സിൽ ലൈനിങ് ഇല്ല. പിന്നെ താഴത്തേക്കും ലൈനിങ് ഇല്ല കേട്ടോ. ഫ്രണ്ടിൽ താഴത്തേക്കും എംബ്രോയ്ഡറി ഉണ്ട്. സൈഡിലൊക്കെ ഉണ്ട്. 2 സൈഡിലും സ്ലിറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ബാക്കിൽ എംബ്രോയ്ഡറി ഒന്നുമില്ല. ബാക്കിനൊക്കെ കുറച്ച് ഇറങ്ങിയിട്ടാണ്. ഇവിടെ വള്ളി ഉണ്ട് കെട്ടാൻ. അറ്റത്ത് ഇങ്ങനെ ടാസിൽസും ഉണ്ട്. ഇതിന് ഇത്രയും ഭാഗത്ത് മാത്രമേ ലൈനിങ് വരുന്നുള്ളൂ. സ്ലീവ്സിൽ ലൈനിങ് ഇല്ല. പിന്നെ താഴത്തേക്കും ലൈനിങ് ഇല്ല കേട്ടോ. അപ്പോൾ പാൻസ് ഇടുമ്പം കുറച്ച് ഭാഗം വിസിബിൾ ആണ് ബെല്ലി പോർഷനിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാമിസോൾ ഇട്ടിട്ട് ഇത് പെയർ ചെയ്യാം കേട്ടോ. അങ്ങനെ ആകുമ്പം അപ്പർ ബെല്ലി പോർഷൻ വിസിബിൾ ആവത്തില്ല. ആൻഡ് ഇതാട്ടോ പാൻസ്. ഒരു ഷറാറ മോഡലാണ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാൻസ് ആട്ടോ ഇത്. ഇതിന് ലൈനിങ് വരുന്നുണ്ട്. ജോർജറ്റ് മെറ്റീരിയൽ ആട്ടോ. ടോപ്പ് കുർത്തയും ജോർജറ്റ് മെറ്റീരിയലാണ്. നല്ല ഫ്ലെയർ ഉണ്ട്. ഈ ഒരു പാൻസ് വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് വേറെ ടോപ്പിൻ്റെയും കൂടെ പെയർ ചെയ്യാം കേട്ടോ. പിന്നെ ഇത് ബ്ലാക്ക് ഷെയ്ഡ് ആയതുകൊണ്ട് പല കളർ ടോപ്സിൻ്റെ കൂടെ ഇത് സ്യൂട്ടാവും. ക്രോപ്പ് ടോപ്സിൻ്റെ ഒക്കെ കൂടെ ഇത് അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനത് മേടിച്ച എൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം ആണ്. എനിക്ക് കറക്റ്റാണ്. ഞാനത് പർച്ചേസ് ചെയ്തത് 762 റുപ്പീസിനാണ്. പിന്നെ ഇതിൻ്റെ വേറെ 4 കളേഴ്സും കൂടി അവൈലബിൾ ആട്ടോ. അടുത്തത് ഈ ഒരു സ്ലീവ്ലെസ് അനാർക്കലി സ്യൂട്ടാണ്. ഫ്രണ്ട് നെക്കിലും ബാക്ക് നെക്കിലും ലേസ് വെച്ചിട്ടുണ്ട്. ഗോൾഡൻ ലേസ്. അതിലിങ്ങനെ മിറർ വർക്ക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ക്ലോസപ്പിൽ കാണിക്കാം. ബാക്കിൽ ഇവിടെ വള്ളി ഉണ്ട് കെട്ടാൻ. ഇത് പാനൽ കട്ടാട്ടോ വരുന്നത്. പിന്നെ ഇതിന് എക്സ്ട്രാ സ്ലീവ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് സ്ലീവ്ലെസ് ഇഷ്ടമല്ലെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഷോർട്ട് സ്ലീവ്സ് വയ്ക്കാവേ. പാനൽ കട്ടാണ്. പിന്നെ ഇതിന് പാഡിങ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാഡിങ് ആണെങ്കിൽ നോർമലി പാഡിങ് സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി കയറ്റിയിട്ടാട്ടോ ഇവിടെ സ്റ്റിച്ച് ചെയ്ത്. അപ്പോൾ ചെറിയൊരു ഡിസ്കംഫേർട്ട് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ എല്ലാ പീസും അങ്ങനെയാണോ അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ പീസിൻ്റെ മാത്രം അങ്ങനെ ആയതാണോ എന്നറിയത്തില്ല കേട്ടോ. പിന്നെ സൈഡിൽ സിബ് വരുന്നുണ്ട്. മെറ്റീരിയൽ വരുന്നത് സിൽക്കാണ്. സെയിം മെറ്റീരിയലാണ് പാൻസിന് വരുന്നത്. ബാക്കിലാട്ടോ എലാസ്റ്റിക്. ഇതാണ് ദുപ്പട്ട. നെറ്റ് മെറ്റീരിയലാണ്. നെക്കിലുള്ള ആ ഒരു ലേസ് ഇല്ലേ, അത് ഈ ഒരു ദുപ്പട്ടയുടെ ചുറ്റും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് മേടിച്ച എൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം ആണ്. എനിക്ക് കറക്റ്റാണ്. എനിക്ക് ആ പാഡിങ്ങിൻ്റെ മാത്രമേ പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളൂ. ഞാനത് പർച്ചേസ് ചെയ്തത് 1370 റുപ്പീസിനാണ്. സോ ഇതാണ് നമ്മുടെ ഹോൾ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.